മെയ് 19-ന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ ഒരുപോലെ പ്രതീക്ഷയിലും ആശങ്കയിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഭരണത്തിലുള്ള കേരളത്തിലും അസമിലും അധികാരം നഷ്ടപ്പെട്ടാൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് പ്രഹരമേൽക്കും. കേരളത്തിൽ നേട്ടമുണ്ടാകുമെന്ന് ആശ്വസിക്കുമ്പോഴും ബംഗാളിൽ പ്രതീക്ഷിക്കുന്ന വിജയമുണ്ടാകുമോ എന്നാണ് ഇടതു പാർട്ടികൾ ഉറ്റുനോക്കുന്നത്. അതേസമയം കേരളത്തിലും അസമിലും നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. കൂട്ടിയും കിഴിച്ചുമുള്ള കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾ. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാര്യമായി പ്രതിഫലിക്കുമെന്നിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപോലെ പ്രതീക്ഷയും ആശങ്കയും പങ്കുവയ്ക്കുന്നു. നിലവിൽ 8 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഭരണമുള്ളത്. ഇതിൽ കേരളവും അസമും നഷ്ടപ്പെടുകയാണെങ്കിൽ കോൺഗ്രസ് ഭരണം 6 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തിരിച്ചുവരാനൊരുങ്ങുന്ന കോൺഗ്രസിന് കനത്ത പ്രഹരമായിരിക്കും അങ്ങനെയെങ്കിൽ സംഭവിക്കുക. എക്സിറ്റ് പോൾ ഫലങ്ങൾ എതിരാകുമ്പോഴും പ്രവചനങ്ങൾ തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. വികസന തുടർച്ചയ്ക്ക് വോട്ട് ചോദിച്ച ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. We are confident that we will come back to power and the people of Kerala have once again blessed us, blessed the UDF combination, blessed Umman Ji and his team for the good work he's done. So we are 100% confident that we will get one more term to serve the people of Kerala. ബംഗാളിൽ തൃണമൂലിനെ നേരിടാൻ കോൺഗ്രസുമായി കൈകോർത്ത നടപടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബംഗാൾ ഘടകം വിലയിരുത്തുമ്പോഴും പ്രവചനങ്ങൾ തിരിച്ചാണ്. സഖ്യത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടെന്നിരിക്കെ തോൽവി സംഭവിച്ചാൽ അത് സീതാറാം യെച്ചൂരിക്ക് കനത്ത വെല്ലുവിളിയാകും. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് യെച്ചൂരി പ്രതികരിച്ചു. And all our reports are that all our vote, in the sense that what we were anticipating would be the vote that will support us, has all been polled. So it will be a very good result for the LDF in Kerala. But the reality, I think, is very clear. The next government in Kerala will be an LDF government. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ദില്ലിയിൽ തുടങ്ങിയ തിരിച്ചടിക്ക് അറുതി വരുത്താനാകുമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത്. അസമിൽ ആദ്യമായി ഭരണത്തിലെത്താമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു. കേരളത്തിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി റിപ്പോർട്ടറോട് പറഞ്ഞു. The biggest achievement to begin with from a bipolar politics. Kerala sees a tripolar politics. And in tripolar, the third pole is the strongest today, which is the Bharatiya Janata Party and NDA alliance. അതേസമയം കേരളത്തിലും അസമിലും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ലെങ്കിൽ മോദി അമിത്ഷാ സഖ്യം വീണ്ടും പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടും. ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി.